ഹലോ ഗൈസ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണം ആഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കണം. ഞങ്ങളുടെ ഏകദേശം ഫിനിഷ് ആവാനായി. അപ്പോൾ ഇത് ലാസ്റ്റത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോണത് ബിയം കായലിലേക്കാണ്. തൂക്കുപാലം കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. പിന്നെ മറ്റൊരു സവിശേഷതയും കൂടി ഉണ്ട്, അതിലേക്കും കൂടി ആയിട്ടാണ് ഞങ്ങൾ ഈ പോണത്. ഓട്ടോറിക്ഷയിലും കാറിലായിട്ടാട്ടോ ഞങ്ങളെല്ലാവരും കൂടെ പോയത്. അപ്പോൾ ആ കാണുന്നത് ഞങ്ങളുടെ മാമയുടെ ഒരു റിലേറ്റീവാണ്. അപ്പോൾ ആ റിലേറ്റീവിൻ്റെ ഒരു കട ഉണ്ട് അവിടെയാണ് സ്പെഷ്യൽ ഉള്ളത് കേട്ടോ. അതൊക്കെ ഞാൻ വരികയെ എത്താം. ആദ്യം കുറച്ച് ഞങ്ങൾ വ്ളോഗ്, വീഡിയോ അങ്ങനെ കുറേ കാര്യങ്ങൾ എടുക്കാണ്ട്. അപ്പം ഞാൻ മെയിനായിട്ട് അതിനാണ് വന്നത്. സംഭവം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണി ടൈമിൽ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ പറ്റിയൊരു സ്പേസാണ് നമ്മുടെ തൂക്കുപാലം എന്ന് പറയുന്നത്. ബിയം തൂക്കുപാലം സംഭവം നല്ല രസമാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുന്നത് അഖിലാട്ടൻ ഗൾഫിൽ പോയിട്ട് കല്യാണം കഴിഞ്ഞ് ഗൾഫിൽ പോയി വന്ന ശേഷമാണ് ഞാൻ ഈ സ്ഥലത്തേക്ക് പോണത് കേട്ടോ, ആദ്യമായിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഫസ്റ്റ് എൻ്റെ യൂട്യൂബിൽ ഞാൻ ആ വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് 4K വ്യൂസൊക്കെ ആ വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ കണ്ടതിനേക്കാൾ കുറച്ച് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി പെയിൻ്റ് അടിച്ചതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നും കയറുമ്പോഴേക്ക് ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. ഇതിനെ നടുക്കൊക്കെ എത്തിയ ഒരു ആട്ടമുണ്ട് കേട്ടോ. അപ്പോൾ മാമയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. ആട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ചീത്ത അറിയായിരുന്നു. അപ്പോൾ നമ്മളാരും ആട്ടിയിട്ടല്ല ആടുന്നത്, സംഭവം അതിനൊരു ആട്ടമുണ്ട്. അപ്പോൾ നമുക്ക് ആ ആട്ടം കാണുമ്പോൾ നമുക്ക് പേടിയാവും, താഴെ പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജുമൊക്കെ കയറിയവർക്ക്, ധൈര്യമുള്ളവർക്കൊക്കെ കയറാം കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, എന്നാലും ഞാൻ കയറി പോകുന്നു. അപ്പോൾ നടുക്കെത്തുമ്പോഴാണ് വലിയ സീന് തോന്നുന്നത്. പിന്നെ തലപ്പത്ത് എത്തുമ്പോഴും നമുക്ക് ഒരു പേടി തോന്നും, അല്ലാതെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. താഴേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇക്കരയ്ക്ക് വന്നിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ട് നടന്നു. പക്ഷേ ഞങ്ങൾ പോയൊരു സമയം എന്ന് പറഞ്ഞാൽ ഒരു 3 മണി 3:30 ഒക്കെ ആയി, ഏകദേശം 4 മണിയൊക്കെ ആവാനായിരിക്കണം. അന്നേരം അവിടെ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇളിഞ്ഞ് പൂട്ടാ വെയിലൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ ഞാൻ കാല് കടഞ്ഞിട്ട് ഞാനൊരു സ്ഥലത്തിരുന്ന്, അങ്ങനെ ഒരു തണൽ കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ നോക്കിയിരുന്ന് കുറച്ച് നേരം. ഹലോ മോന്, ഹലോ. ഞങ്ങൾ അക്കരെ പോയിട്ട് പിന്നെ ഇക്കരയൊക്കെ തന്നെ നടന്നു വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പറഞ്ഞില്ല, ഇവിടെ മാമയുടെ ഒരു റിലേറ്റീവ് ഉണ്ട് ആ കടയിൽ. അപ്പോൾ ആ ഏട്ടൻ 5 മണിക്ക് പോകാമെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം സംഭവം കഴിക്കാമെന്ന് പ്ലാൻ ഇട്ടു. അപ്പോൾ 6 മണിക്ക് ശേഷമാണ് അവിടെ വേറെ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ദോശ, ചിക്കൻ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ മെയിനായിട്ട് കഴിക്കാൻ വന്നത് ബീഫും പഴംപൊരിയും കൂടി കഴിക്കാനാട്ടോ വന്നത്. പക്ഷെ ഞാൻ ബീഫും പഴംപൊരിയും കഴിക്കില്ല. പഴംപൊരി ഞാൻ കഴിക്കും, പക്ഷെ ബീഫ് ഞാൻ കഴിക്കില്ല. അപ്പോൾ ഞാൻ കഴിച്ചത് ഒരു സമൂസയും ഒരു പരിപ്പുവട കേട്ടോ ഞാൻ ആദ്യം എടുത്തത്. അപ്പോൾ ഒരു പാക്ക് ബീഫും പഴംപൊരിക്കും വരുന്നത് 120 റേറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അവന് കൊടുത്തിട്ട്, അപ്പോൾ അവനെന്തോ വലിയൊരു നിധി കിട്ടിയ പോലെ ധ്രുവപ്പൻ ആ പഴംപൊരിയും ഇതും പിടിച്ചിട്ട് അവൻ നടക്കണ്ടായിരുന്നു. പിന്നെ തൊടാൻ പോലും അവൻ സമ്മതിക്കാണ്ടായിരുന്നില്ല. ആദ്യം ഒരു പ്ലേറ്റ് ഞങ്ങൾ ഓർഡർ ആക്കി കേട്ടോ, ഇത് സംഭവം എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ വീണ്ടും അത് ഓർഡർ ആക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പ്ലേറ്റ് ഓർഡർ ആക്കിയിട്ട് ഞങ്ങൾ കായലിൻ്റെ അടുത്ത് തന്നെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയിരുന്നു കേട്ടോ. ഓർഡർ ആക്കിയിട്ട് നിൽക്കണം നിപ്പാട്ടം ഇവിടെ എല്ലാവരും എപ്പോഴാണ് കിട്ടുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കാത്തിരുന്ന് അങ്ങനെ കിട്ടി. അവൾ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അശ്വിനി കൃഷ്ണ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒന്ന്. അപ്പോൾ ഈ കടയുടെ പേര് വരുന്നത് പുല്ലലാസ് എന്നാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്, കായലിൻ്റെ അടുത്ത് തന്നെയാണ് കട വരുന്നത്. അപ്പോൾ അവൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കൊടുത്തിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവളാ ചെയ്യണത്. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തെന്നുള്ളൂ, എന്തേലും പറയാമല്ലോ. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തത് പരിപ്പുവടയും സമൂസയായിട്ടോ. അപ്പോൾ ഞാനും അതൊരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ആ ബീഫ് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാനൊക്കെ തോന്നിയിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പം ഞാൻ സമൂസ കൊണ്ട് കഴിച്ച് സംതൃപ്തി അടഞ്ഞു ഗൈസ്. അപ്പോൾ അവന് ഞങ്ങൾ നടുവിലിരുത്തി. അപ്പോൾ ഒരു പ്ലേറ്റും കൂടി പറഞ്ഞു. ആദ്യം നമ്മൾ ഒരു പ്ലേറ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ഒരു പ്ലേറ്റും കൂടി പറഞ്ഞു. അങ്ങനെ അത് വെയിറ്റിങ്ങിലായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ 2 കൂട്ടരും ഈ 2 പ്ലേറ്റ് വീണ്ടും മേടിച്ച്. പിന്നെ പഴംപൊരിയും എക്സ്ട്രാ നമ്മൾ വാങ്ങിച്ചു, ഞാനും വാങ്ങിച്ചിട്ടൊരു സമൂസ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു കഷ്ണം കായലിലേക്ക് ഇട്ടു. അപ്പോൾ കരിമീനും കുറേ വെറൈറ്റി മീനുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇതാക്കിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ഫോട്ടോഷൂട്ട് അങ്ങനെ അങ്ങോട്ട് അടിച്ച് പൊളിച്ചു ഗൈസ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു, ഒറ്റയ്ക്ക് സിംഗിളായിട്ട് റീൽസ് എടുക്കണവർക്ക്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഫോട്ടോ ഒക്കെ എടുത്ത്. നല്ല ലൈറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. സംഭവം നല്ല രസമാണ് അവിടെ ഇരിക്കാനത്, നല്ലൊരു വൈബാണ്. നമുക്കൊരു പോസിറ്റീവ് എനർജി സത്യം പറയുകയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോഴാണ് ഒരാൾ ഈ ഇടയ്ക്ക് തിരുവോണത്തിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ വള്ളംകളി ഉണ്ടായിരുന്നു.
അപ്പോൾ അതിൽ എന്താണ് വെള്ളം മറിഞ്ഞിട്ട് കോല് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരയുണ്ടായിരുന്നു കേട്ടോ ഒരാൾ കൂടിയിട്ട്. എത്രയാണ് 9 എങ്ങാണ്ട് കോല് തുഴയണത് പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അയാൾ തിരയുണ്ടായിരുന്നു ഇന്ന സ്ഥലത്തു നിന്ന്. അപ്പോൾ എന്താണ് കുറേ തിരയുണ്ട് കേട്ടോ, കുറേ നേരമായി അയാൾ തിരയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ സംഭവം ഞങ്ങൾക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു എന്താ സംഭവം എന്നുള്ളത്. അപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്, പെട്ടെന്ന് നമ്മൾ ആ വെള്ളം മറിഞ്ഞപ്പോൾ ആളുകൾ അതിനെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്, ഇത് തിരയാനൊന്നും നിന്നില്ല എന്നൊക്കെ പറഞ്ഞു. കുറേ നേരം തിരഞ്ഞിട്ട് ഒടുവിൽ 2 കിട്ടി, ഇനിയും കിട്ടാനുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഞങ്ങൾക്ക് ഇതേപോലെ പൊന്നാനി ബീച്ചിലേക്ക് ഞങ്ങൾക്ക് പോകണമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങാൻ നേരത്തും അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും കഴിയേണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയായിട്ടാണ് പോയത്, ഒന്ന് കാറിലും ഒന്ന് ഓട്ടോറിക്ഷയിലാണ്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ 3 പേര്, കാറിൽ 3 പേര്, അങ്ങനെയായിട്ടാണ് ഞങ്ങൾ പോയത്. നേരെ വിട്ടത് പൊന്നാനിയിലേക്കാണ്. പൊന്നാനി ജംഗ്ഷൻ, നമ്മുടെ ജംഗ്ഷൻ്റെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. കടലിൻ്റെ സൈഡിലേക്ക് നമ്മൾ വണ്ടി കൊണ്ടുപോയില്ല കേട്ടോ. വണ്ടി നമ്മൾ സബ് ജയിലിൻ്റെ അവിടെ കുറച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ വണ്ടി അവിടെ ഇട്ട് പിന്നെ നടന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ സബ് ജയിൽ. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്താണ്. പൊന്നാനി സബ് ജയിലാണ്, അതുപോലെ തീരദേശ പോലീസ് സ്റ്റേഷനുമാണ് ഇത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നിട്ടാണ് പോയത്. അപ്പോൾ ഈ കാണുന്ന ഗ്യാപ്പിലൊക്കെ വേസ്റ്റ് ആട്ടോ. വേസ്റ്റ് മണത്തിട്ട് അതിനെ നടക്കാൻ പോലും വയ്ക്കണില്ല, ചീഞ്ഞിട്ട് ഒരുമാതിരി ഒരവസ്ഥയായിരുന്നു അത് ഞാൻ നടക്കുമ്പോൾ. ഞാൻ അവിടെ നിൽക്കുന്ന ആൾക്കാരനൊക്കെ ഞാൻ സമ്മതിച്ച് പോയിട്ട് ഗൈസ്. ഞങ്ങളവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സൺസെറ്റൊക്കെ പോകാനായി ഗൈസ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കടലിലേക്ക് പോയത് കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഏകദേശം എത്താനായപ്പോഴത്തേനും അത് കുറഞ്ഞു വരാൻ തുടങ്ങി. അപ്പോൾ ഈ നടന്ന് പോകുന്നിടത്തൊക്കെ ഐസ് ഫാക്ടറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മീനിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണല്ലോ. അന്നേരം ആ പോകുന്നിടത്തൊക്കെ 1 2 3 4 എന്നൊക്കെ പറയാം ഐസ് ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരതിലൊരു ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ നടന്ന് പോയി. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇരുട്ടാവാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബേക്കറിയൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു നമുക്ക് കഴിക്കാൻ വെച്ചിട്ട്. അപ്പോൾ ലേസ് പോലത്തെ നുറുക്കും വട്ട് നുറുക്കും പിന്നെ പെരുന്നാളിൻ്റെ വക കുറേ മിഠായി കിട്ടിയിട്ടുണ്ടായിരുന്നു, ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫാമിലി അല്ല ഇങ്ങനെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ ഞങ്ങൾ കരുതാറുണ്ട് കേട്ടോ. അവിടെ എത്തിയിരുന്ന് നല്ലൊരു സ്ഥലവും തപ്പിയിട്ട് ഞങ്ങൾ കൊടുക്കുന്ന സാധനങ്ങൾ ഓപ്പൺ ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കണുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും മൈൻഡല്ല, ഞങ്ങൾക്ക് സാധനം തുറക്കുക കഴിക്കുക എന്നുള്ളൊരു മൈൻഡായിരുന്നു. അങ്ങനെ കിങ്ങിണിയും കുട്ടിയും കൂടിയിട്ട് മണലൊക്കെ ഇങ്ങനെ കുമ്പാരാക്കിയിട്ട് അവർ 2 പേരും അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. കുറേ പോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നുറുക്കും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാനും കടലിലേക്ക് ഇറങ്ങിയിട്ടാ. അപ്പോൾ ഇവനെ അഖിലാട്ടം കൊണ്ടുവരുന്നു. ഇവനാണെങ്കിൽ പിന്നെ കടലിൽ നിന്ന് കയറണമില്ല. ഇവർ വടിയൊക്കെ എടുത്തിട്ട് ഭയങ്കര കളിയായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും ഇറങ്ങിയിട്ടാ കടലിലേക്ക്. അപ്പോൾ കുറച്ച് ടീംസ് എന്താണ് ഇപ്പോൾ വേലിയിറക്കായിരുന്നു. അന്ന് ഞങ്ങൾ പോയപ്പോൾ വേലിയിറക്കായിരുന്നു. അപ്പോൾ കടൽ നല്ല വെള്ളം അങ്ങോട്ട് താഴേക്ക് പോകുമായിരുന്നു. അപ്പോൾ ആൾക്കാർ അങ്ങ് ദൂരമൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടീംസ് കവറിൽ ഇങ്ങനെ താങ്ങി പിടിച്ചിങ്ങനെ. അപ്പോൾ നോക്കുമ്പോൾ അത് എന്തോ കക്ക പോലത്തെ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് തിര അടിക്കുമ്പോൾ ആ സാധനം ഇങ്ങോട്ട് കയറി വരണുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടീംസ് അത് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണോ വെച്ചിട്ട് ഞാനും കുറച്ചിങ്ങനെ പെറുക്കിയിട്ട് അപ്പോൾ എനിക്ക് 2 3 കിട്ടി. അതാണ് കേട്ടോ ഗൈസ് ഈ സാധനം. കുറച്ച് കുട്ടികളവിടെ എന്താണ് പട്ടം പടർത്തി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പോവാനുള്ള സെറ്റപ്പും കാര്യങ്ങളും നോക്കാൻ തുടങ്ങി. കാരണം മേമയ്ക്ക് കോഴിയുണ്ട്, കോഴീനെ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മേമ അങ്ങനെ ടെൻഷൻ ആവാനൊക്കെ തുടങ്ങി. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ മദ്രസ പോലത്തെ എന്തോ ആണ് സംഭവം, എനിക്ക് ഓർമ്മയില്ല എന്താണെന്നുള്ളത്. അവിടെ ഫുള്ള് ലൈറ്റ് ആയിരുന്നിട്ട് ഈ നബിദിനത്തിനോട് അനുബന്ധിച്ചിട്ട് വെച്ചതാണ് തോന്നുന്നുണ്ട്. അത് പോകുമ്പോൾ ലൈറ്റ് കാര്യങ്ങൾ തന്നെ വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നല്ല രസമുണ്ട് കളർ കോമ്പിനേഷൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നിരത്താൻ തുടങ്ങി. അപ്പോഴത്തേനും നമ്മൾ വണ്ടി വിട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.